ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. കണ്ട എൻ്റെ വീട്, എൻ്റെ മുറി അലങ്കോലപ്പെട്ട കാണിക്കാനുള്ള. അപ്പോൾ എനിക്കിന്ന് ജോലിക്ക് കയറണം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എൻ്റെ ജോലി. അതെ ഗൈസ്, ആഫ്റ്റർ എ ലോങ് 1 year ഞാൻ ഡെലിവറി ജോബിലേക്ക് തിരിച്ചു വന്നേക്കാണ്. ഈ ഡെലിവറി ജോബ് നിർത്തിപ്പോയതിന് ശേഷം ഞാൻ വേറൊരു വർക്കിന് കയറി. ആ വർക്ക് നമുക്ക് അത്ര സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ തിരിച്ചിനകത്തോട്ട് തന്നെ വന്നതാണ്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് നിൽക്കാനല്ല, ഏകദേശം ഒരു 3-4 മാസത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡെലിവറിയാണ്. അപ്പോൾ ഡെലിവറിയിലോട്ട് പതിയെ കടക്കാം. അപ്പോൾ നിങ്ങൾ വേഗം ഡെലിവറി ചെയ്തിട്ട് വാ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡെലിവറി ഫ്രം ഹിയർ ഓൺവേർഡ്സ്. ഓക്കെ, ഇവിടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ 30 ആണുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അതിന് നമുക്ക് ജസ്റ്റ് വേണ്ടി ക്യാമറ സെറ്റ് ചെയ്യണം. മൗണ്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ആക്കാൻ വേണം. ഒറ്റയടിക്ക് സ്റ്റാർട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, നമ്മളുണ്ടല്ലോ അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നേ. പക്ഷെ ഞാനേ പിക്കപ്പ് ഇടാനുള്ള കവർ എടുക്കാൻ പറഞ്ഞു. വേറെ തിരിച്ചു പോയി. ഇനിയിപ്പോൾ ആ റോഡ് വഴി വേണ്ട, നമുക്ക് വേറെ ചെറിയ റോഡ് വഴി പോകാമെന്ന് വിചാരിച്ച്. മൊത്തം ബ്ലോക്കാണ് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യണില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല. ക്യാമറ എടുക്കുമ്പോൾ ഈ കാർഡ് തന്ന് കാണിക്കണം. അത് കാരണം ക്യാമറ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്യാൻ തുണി ഇറങ്ങി. ഞാൻ ഫോണിൽ തന്നെ ചെയ്യാം. എൻ്റെ ആണെങ്കിൽ ഒരു ഫോണുള്ളൂ, മറ്റേ ഫോൺ ഞാൻ എടുത്തിട്ടില്ല. അതിൽ രാവിലെ ഇറങ്ങുന്ന തൊട്ട് ചാർജ് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ അവിടെ വെച്ച് ഈ ഫോണിൽ തന്നെ കസ്റ്റമറിനെ കോൾ ചെയ്യണം, വ്ളോഗ് ചെയ്യണം. ഇനി ഞാൻ അങ്ങോട്ട് ഓടിച്ചല്ല ചേട്ടാപ്പോൾ ഫസ്റ്റ് ഡെലിവറിയുടെ സ്ഥലത്ത് എത്തും കേട്ടോ. ഞാൻ അവളുടെ പേരൊന്നും നോക്കട്ടെ, ആപ്പ് എടുത്ത് നോക്കണം. ഫോണിലേ നോക്കാൻ പറ്റുള്ളൂ. പേര് ഞാൻ മറന്നു, പേര് നോക്കാൻ അറിയില്ല. ഓക്കെ, നമുക്ക് സാധനം കിട്ടിയതാണ്. ഇപ്പം എവിടെയാണ് വീട് നോക്കിയിട്ട് വരാം. വണ്ടി അവിടെ ഇപ്പം ഉണ്ട്. വണ്ടി വരുമ്പോൾ എന്തായാലും ചായണമെങ്കിൽ കിക്കർ അടിക്കും. നല്ല കാടല്ലേ. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഗൈസ്. നല്ല സ്റ്റാർട്ടിങ് ആണ്. ആ ചേച്ചി ചിരിച്ച മുഖത്തോടു കൂടിയാണ് സാധനം മേടിച്ചത്. ചിരിച്ചുകൊണ്ട് തന്നെ കാശ് എന്തെന്ന് ഹാപ്പി. ഏറ്റവും പാട് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യലാണ് കേട്ടോ. എൻ്റെ സെൽഫ് എന്തോ മോട്ടർ എന്തോ പോയിട്ടുണ്ട്, വർക്കാവുന്നില്ല. പിന്നെ നമുക്ക് കിക്കറടിക്കണം. ഒറ്റയടിക്ക് സ്റ്റാർട്ടായിക്കോളൂ എന്നുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. സ്റ്റാർട്ടായി ഗൈസ്. അത് ഇനി ഈ വഴിയിലാണ് കേട്ടോ ഗൈസ് ഡെലിവറി ഉള്ളത്. പോകാനുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഇപ്പോഴത്തെ കസ്റ്റമർ നമ്മളെ എണ്ണത്തിൻ്റെ പണിയുണ്ടോ. ഇവിടെ ഞാൻ ആകെ കറങ്ങിപ്പോട്ടെ. സർവീസ് റോഡ് കയറിയെന്ന് പറഞ്ഞപ്പോൾ ഇത് ആക്റ്റീവായ ഒരു കറങ്ങൂടായിരുന്നു. കാരണം ഞാൻ കുറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോയി കാണിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. ഒന്നാമത്തെ കാര്യം വർക്കുണ്ട്, രണ്ടാമത്തെ കാര്യം വണ്ടിയിൽ പെട്രോളില്ല. നമുക്കപ്പോൾ കസ്റ്റമറിൻ്റെ കേട്ടോ, ഇനി അടുത്ത കസ്റ്റമറിൻ്റെ കേട്ടോ. യെസ് ഗൈസ്, നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാനുള്ള സ്ഥലം കൊട്ടാരം വീട് എന്ന് പറഞ്ഞൊരിതാണ്. ഞാൻ ആദ്യം അതൊരു വീടാണെന്ന് ചോദിച്ചു നിൽക്കുന്നു. പക്ഷേ സംഭവം അതൊരു റിസോർട്ടാണ്. നമുക്ക് ആ റിസോർട്ടിൽ ഒരാളുടെ കയ്യിലാണ് ഇത് കൊടുക്കണം. റിസോർട്ടിൻ്റെ ഓണർ വല്ലതായിരിക്കും. നമുക്കപ്പോൾ അതൊന്ന് പോയി കൊടുത്തിട്ടാണ്. കണ്ട ഗൈസ്, ഇതാണ് കൊട്ടാരം വീട്. കൊട്ടാരം വലിയില്ലേ ഗൈസ്, കൊട്ടാരം വീട്. കൊട്ടാരം വീട്ടിലെ റൂം ഗേറ്റാണ് ഗൈസ്. ഓക്കെ, ഞാനപ്പോൾ അവിടെ നിന്ന് ഡെലിവറി കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. പക്ഷേ ഇത് റിസോർട്ടല്ല കേട്ടോ, ഇത് ഹോം സ്റ്റേ കൊടുക്കേണ്ടവർ. അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ ട്രൂ കളറിൽ അങ്ങനെ കാണിച്ചത്. റിസോർട്ടല്ലേ ഇത്. ഓക്കെ, നമുക്കിനി എന്തായാലും അടുത്ത ഡെലിവറിക്ക് പോകാം. വേറൊരു സംഭവം, ഞാനിവിടെ വന്ന് നിന്നിട്ടേ പെട്ടെന്ന് ആപ്പിൽ നിന്നാണ് വിളിയൊക്കെ. ആപ്പെടുത്ത് വിളിച്ചത് വേറെ ആളായിപ്പോയി. ആളിപ്പോൾ അവിടെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. കുഴപ്പമില്ല ചേച്ചി, പക്ഷേ ആളോടെ പുറത്തിറങ്ങി. ഞാനപ്പോൾ തന്നെ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഇനി നേരെ അങ്ങോട്ടേക്കല്ല. ചേച്ചി ഒരുപാട് നേരം പോസ്റ്റ് ആവണ്ട, ആ ചേച്ചിക്ക് വർക്ക് ഉണ്ടാവില്ല. കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. അടുത്ത സ്ഥലത്തേക്ക് സമയം അടുത്ത സ്ഥലത്തേക്കാണ്.
സത്യം പറഞ്ഞാൽ ഇതിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു അതും ഒന്നെങ്കിൽ കൈതാരം വഴി നേരെ വരാപ്പുഴന്ന് കയറും, അല്ലെങ്കിൽ നമ്മുടെ വൈപ്പിൻ കൂടി ആയിരിക്കും പോവാറ്. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വഴികളൊന്നും മനസ്സിലാവില്ല. അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കാണാനില്ല. കുറേ മണ്ണൊക്കെ കൂട്ടിയിട്ടേക്കണം. ഇന്നിവിടെ കിടന്ന് ഞാൻ കറങ്ങുമെന്ന് തോന്നണം. എന്തായാലും നോക്കട്ടെ, ഇനി ഇവിടെ 3 ആളിനൂടെ കൊടുക്കാനുണ്ട്. പക്ഷേ ഇത് കാണുന്ന ഓവർബ്രിഡ്ജ് കണ്ട, ഓവർബ്രിഡ്ജ് അതിൻ്റെ അണ്ടറിൽ കൂടിയാണ് നമ്മൾ വന്നത്. വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഈ സാധനമാണെങ്കിൽ എനിക്ക് കിക്കറടിക്കാണ്ട് പോയില്ല. പണി നോക്കിയേ, എന്തോരം പണിയുണ്ടെന്ന് നോക്കിയേ ഗൈസ്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റ്. ഇത് കൊച്ചാലിന്ന് കിങ്ങാണ്ടിടത്തൊക്കെ പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ചെടി അടിച്ചിട്ടേക്കാണ് തോന്നുന്നത്. NH പണി നടന്നു കൊടുക്കുന്നതാണ്. ഇവിടെ എപ്പോഴും ക്രിക്കറ്റ് അല്ലെങ്കിൽ കളിക്കാറുണ്ട്. ഇതിൻ്റെ നമ്മുടെ പൊൻകതിൻ്റെ ഗോഡൗൺ. അതിന് മെയിൻ എൻട്രൻസ് അപ്പുറത്ത് വേറെ ഉണ്ട്, ഈ ഭാഗത്തായിട്ട് വരും. മെയിൻ എൻട്രൻസ് അപ്പുറത്താണ്. അതിൻ്റെ പോയിലൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ വീട്ടിലായിരുന്നു ഡെലിവറി. വണ്ടി ഇവിടെ വെച്ച് ഇവിടെ അല്ല, അവിടെ വെച്ച് ഓഫായി പോയി. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വെച്ച്. പിന്നെ ഇത് കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്താൽ അങ്ങോട്ട് പോകണ നേരത്ത് എനിക്ക് നടന്നു പോയി ഇത് കൊടുത്തിട്ട് വരാം. അതുകൊണ്ട് പിന്നെ നമ്മുടെ പരിപാടി തുടങ്ങാം, കിക്കറടിക്കാം. ഇനി ഈ സാധനം കൊടുക്കണം. വന്ന വഴി തന്നെയായിരുന്നു. ആ വണ്ടിയിൽ പെട്രോളല്ല, കാരണം അവിടെ വെച്ചെടുത്ത് തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ച്. അവിടെ ഒരു വീട്ടിലാണ് കൊടുക്കാനുള്ളത്. പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഒരെണ്ണം കൊടുക്കാണ്ടായിരുന്നത്, അതൊരെണ്ണം കൊടുത്തു ഗൈസ്. ഇനി നമുക്ക് പോകാനുള്ളൊരു ദൂർഘടം പിടിച്ച വഴിയാണ്. ഇതുണ്ട് ഗൈസ്, അത് കുത്തിപ്പൊളിഞ്ഞെടുക്കണ LG കാണുന്നത്. ഈ ബാക്കിൽ കാണുന്ന ഗോഡൗൺ കണ്ട, അത് ഇവിടുത്തെ അതാണ് LG ഗോഡൗൺ എന്ന് വെച്ചാൽ LGയുടെ കമ്പനിയായിരുന്നു പണ്ട്. ഇപ്പോൾ ITC വെയർഹൗസാണ്. പേര് തന്നെ വീണ്. പക്ഷെ ആ വഴി അങ്ങോട്ടേക്കുള്ള വഴിയാണ്. ഇപ്പോൾ ആകെ പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് കിടക്കുകയാണ്. വണ്ടി കൊണ്ട് അതിൽ പോക്ക് ടാസ്ക് ആയിരിക്കുള്ളൂ. നമുക്ക് വളച്ച് പോകണമായിരിക്കും നല്ലത് ഗൈസ്. ഈ ബാക്കിൽ കാണുന്നത് ഒരു ബാഡ്മിൻ്റൺ കോർട്ടാണ്. ഒരു 9 മാസം ഏകദേശം ഒരു കൊല്ലം മുമ്പൊക്കെ ഇവിടെ വരാൻ നേരത്ത് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ കാണാപ്പാടായിരുന്നു. ഫസ്റ്റ് ഇവിടെ വന്ന് കയറിയിട്ടൊന്നും മനസ്സിലാവില്ല. ഈ ഒരു കോലത്തിൽ കിടക്കണ ഈ സാധനം എന്തോരം പൊന്തുവന്നറിയും. റോബുണ്ട് ഇതാണ് വഴി. ഇവിടെ ഒരു ആർച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർച്ചൊന്നുമില്ല, കാരണം വഴിയൊന്നും മനസ്സിലാവില്ല. റോഡ് പണി നടക്കണം. നമുക്കൊരുമ്പോൾ നടന്ന് പോകേണ്ടി വരും. പമ്പിൽ കയറി കുറച്ച് തണുത്താണ് പിടിച്ചു ഗൈസ്. ഇനി ഇന്ന് പെട്രോൾ അടിച്ചിട്ട് പോവാം. എൻ്റെ അമ്മേ ടിക്കറടിക്കണം. സ്റ്റാർട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ പമ്പിൽ പോയി ഇച്ചിരി വെള്ളം കുടിച്ചു, പെട്രോൾ അടിച്ചു. അല്ലെങ്കിൽ ഈ പെട്രോൾ കയറുന്ന വഴി കിടന്നാൽ നമുക്കൊരു 5-8 കൂടെ കൊടുക്കാണ്ട് പിന്നെ തിരിച്ച് ഓഫീസിലും പോകണം, പിന്നെ അവിടെ നിന്ന് വീട്ടിലും പോകണം. പിന്നെ നോക്കട്ടെ, ഇപ്പോൾ നമുക്ക് കൊടുത്ത ഡെലിവറി നോക്കാം. ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടോ 3 എണ്ണം കൊടുക്കാം. നമുക്കപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഒരെണ്ണം കൊടുക്കാനുണ്ട്, അത് കൊടുക്കാണ്ട് അതിൻ്റെ അപ്പുറത്ത് പിക്കപ്പ് ഉണ്ട്. നമുക്കപ്പോൾ ഇവിടെ നിർത്തിയിട്ട് കൊടുത്തിട്ട് വരാം. അത് കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്തത് കുറച്ചും കൂടി അപ്പുറത്തോട്ട് പോയിട്ടാണ്. നമ്മൾ വെറുതെ വണ്ടിയിൽ പെട്രോൾ വേസ്റ്റ് ആക്കണ്ട, കുറച്ച് പോയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഉന്തിക്കൊണ്ട് പോവാം. 02 ഉണ്ടോ, തൊട്ടപ്പുറത്ത് കിട്ടാം. ഹായ്, നല്ല വീട്. സൗണ്ട് പേര് നോക്കട്ടെ കേട്ടോ. പിക്കപ്പ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് സീറ്റിന് അടിയിലോട്ട് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ഡെലിവറി കൊടുക്കാനുള്ളതും ഇതും കൂടി കൊടുക്കണം, മിക്സാവും. ഞാൻ എത്തിയപ്പോഴേക്കും അതിൽ നിന്നൊരു വണ്ടി ഞാൻ വെച്ച് എൻ്റെ വണ്ടിയിൽ നിന്ന് നടന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ കിക്കറടിക്കണം. നമുക്ക് ഇങ്ങനെ പതിയെ പോവാം. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഡോൺ വേസ്റ്റ് പെട്രോൾ. നമുക്കിങ്ങനെ നടക്കാം, ശരീരത്തിന് നല്ലതാണ്. ഹലോ ഗൈസ്, അപ്പം ഇനിയും ഒരു 5-6 പേരെ കൂടെ വിളിക്കാനുണ്ട്. 6 പേരാണ്, 6 ഇല്ല 5 പേരുണ്ടാവുള്ളൂ.
5 പേരും കൂടി വിളിച്ച് ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓഫീസിലോട്ട് പോകാം. ഇന്ന് ഈ വ്ളോഗും ഇതും കൂടി നടക്കണതിൻ്റെ പേരിലും പിന്നെ മറ്റേ പമ്പിലൊക്കെ ഒരു അരമണിക്കൂർ മുകളിൽ ഇരുന്നതിൻ്റെ പേരിലും കുറച്ച് ഡീലായിട്ടാണ് പരിപാടികളൊക്കെ പോയത്. അല്ലെങ്കിൽ ഒരു 11:30-12 മണിയാകുമ്പോഴേക്കും തീർന്നേനെ. ഇപ്പോൾ 1 മണിയാവാറായി. പിന്നെ വല്ല കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ ചെന്നിട്ട് പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ ഇപ്പോൾ തന്നെ 10 പേരും കൂടി വിളിച്ച് സെറ്റ് ചെയ്തിട്ട് ഡെലിവറി ചെയ്തിട്ട് നമുക്ക് പോവാം. ഒരു വീടാണ് ഗൈസ്. എന്തോ ഡിവൈൻ മേഴ്സിന്ന് എഴുതിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. 5 വീടൊക്കെ കഴിഞ്ഞല്ല. കണ്ട് ആ ഒരു സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആസ്റ്റൻ വെനസ്വേല എന്ന് പറഞ്ഞ വില്ല ഉണ്ട് ഇവിടെ. വില്ലയിലോട്ടാണ് പോകുന്നത്. വില്ലയുടെ അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് കാണാമെന്നില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരാം. കണ്ട ഗൈസ്, വാട്ട് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. നല്ല രസമില്ലേ? മോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ഉള്ളത് ഇവിടെയാണ്. കൊടുത്തിട്ട് ഇവിടുന്ന് പിക്കപ്പ് ഉണ്ട്. കഴിച്ചപ്പോൾ പോയപ്പോൾ ഇവിടെ വീട്ടിലെ കാർ എടുക്കുന്നുണ്ട്. അവിടെ കുറേ പൂച്ചയുണ്ട്, അതുപോലെ കുറേ കാറുണ്ട്. അത് ഇഷ്ടംപോലെ, അത് വെറൈറ്റി കാറായിക്കോളും. ഇപ്പം ഇന്ന് വന്ന് നാളെ എല്ലാ ദിവസവും പുള്ളിക്കുണ്ടാവും. ഒരു ദിവസം ഉണ്ടാവും. ഇപ്പോൾ ഒരേ ദിവസം നമ്മൾ ഒരേ വെറൈറ്റി കാറായിട്ട് പുള്ളിയൊക്കെ കിടക്കും. നമ്മുടെ ഇടയ്ക്ക് മറ്റേ ജാഗോർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കും. നല്ല വലിയ സാധനങ്ങളൊക്കെ നടക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇനി ഒരു സ്ഥലത്തും കൂടി ഡെലിവറി ഉണ്ട്. ഞാനിപ്പോൾ എന്താ ഹെൽമെറ്റ് വെക്കാത്തതാണ് നിങ്ങൾ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര വെയിറ്റാണ്. അതായത് നമുക്ക് റൈഡിങ് മാത്രമല്ലല്ലോ, റൈഡിങ്ങിനിടയ്ക്ക് സാധനം എടുക്കണം, കുഞ്ഞിന്ന് വന്ന് എടുക്കണം, തല ഇങ്ങനെ പറയാൻ നേരത്ത് പെട്ടെന്ന് ഭയങ്കര വേദന, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര പെടലാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തേക്ക് ഊരി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഹെൽമെറ്റ് വെക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിച്ചാൽ കണ്ണ് കാണാൻ പറ്റില്ല. വെച്ച് ശീലിച്ചുകൊണ്ടായിരിക്കുള്ളൂ. അങ്ങനെ പിന്നീടല്ലേ ഇപ്പോഴത്തെ ഡെലിവറി രസമുണ്ട്. ഇപ്പോൾ അവിടെ വീട്ടിലാരും ഇല്ല, അങ്ങോട്ടേക്ക് എറിഞ്ഞിടണം. അത് OTP കാര്യങ്ങളൊക്കെ തന്നിട്ട് എറിഞ്ഞിട്ടോളാനും പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ സേഫായിട്ടുള്ള സ്ഥലം നോക്കി എറിഞ്ഞിടാം. എന്തായാലും വീടെത്തട്ടെ. നല്ല 1ാം ക്ലാസ് റോഡായാലും കുഴപ്പമില്ല. എൻ്റെ അമ്മീ ഇത് എറിഞ്ഞിടേണ്ട ആവശ്യമില്ല ഗൈസ്. ഇവിടെ ഗേറ്റ് തുറന്നിട്ടേക്കാണ്. അതെല്ലാം ലോക്കാണ്. സാധനം ഉണ്ടോ നോക്കാം. ഇവിടെ ഓൾറെഡി ഓർമ്മ ഇപ്പുണ്ട്. അതെല്ലാം പറ്റും. വിളിച്ച് പറയാം. വണ്ടി ഓഫ് ചെയ്തില്ല. എനിക്ക് ക്രെഡിറ്റ് ലാസ്റ്റത്തല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ചെമ്മായം പാലം കയറാൻ വെച്ചാൽ ചെമ്മായം പാലം ഒരു കുഞ്ഞു പാലമാണ്. ആ പാലം കയറാൻ വെച്ചാൽ പുറത്തുനിന്ന് വണ്ടി വരണ്ടാന്ന് നോക്കിയിട്ടേ കയറാൻ പറ്റുള്ളൂ. വണ്ടിയില്ല, ചെറിയ പാലമാണ്. പിന്നെ ഇതിൽ കൂടെ വണ്ടി പോക്കൊക്കെ നിരോധിച്ചതായിരുന്നു. കാരണം എന്താ സെൻറ്റർ എത്തുമ്പോൾ കാണാൻ പറ്റും. പാലം ഇടിയൊക്കെ വേണ്ട. വണ്ടി ഓഫ് ചെയ്തിട്ട് അവിടുന്ന് വണ്ടി വന്നത് കറക്റ്റിന് കയറി പോരാൻ പറ്റും. എത്രണ്ണമുണ്ട് അവിടെ? മറ്റേ കുഞ്ഞു പാക്കറ്റായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ ഞാനും കൂട്ടുകാരോടൊപ്പം അവരുടെ ഡെലിവറി കൊണ്ടുപോയി. അതെ ഗൈസ്, ഞങ്ങളിനി കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട്. അവനെന്താണ് ഗൈസ് നമ്മുടെ തൊട്ട് ഓടി വന്നു ഉണ്ടോ നോക്കാനുണ്ടോ? മാസ്ക് ഇട്ട് വെച്ചാൽ മാസ്ക് ഇട്ട് വെച്ചാ കടിക്കാല്ലേ? മാസ്ക് അത് മാസ്ക് മറ്റേ പട്ടി റോട്ടിൻ്റെ ഒക്കെ വായിലുണ്ടാവില്ല. കുളിപ്പിക്കാൻ മേലങ്ങിട്ടായിരിക്കും. MFC Foods. Let's have some juice. Let's have some drink. മുട്ട പപ്സിന് താടിയുമൊക്കെയാണ് മോശമല്ല.
എൻ്റെ ഒരു പപ്സ് ഇന്ന് കളവാടി കാണുന്നത് അപ്പോൾ ഓക്കെ ഗൈസ് നമുക്കിനി നേരെ ഓഫീസിലോട്ട് പോകാം. എൻജിൻ ഹീറ്റാണത്, ഇത് എഞ്ചിൻ ചൂടാവണ. പക്ഷേ നമ്മ നോർമൽ നോക്കുമ്പോൾ ഞാനത് നോക്കിയിട്ടുണ്ട്. ഞാൻ പെട്രോൾ അടിച്ചിട്ട് പെട്രോൾ കാണിക്കണം. വണ്ടി നിർത്തിയിട്ടുള്ള പെട്രോൾ വണ്ടി വാങ്ങിച്ചിട്ട് ഫുൾ പെട്രോൾ ഉണ്ടായിരുന്നു. ഇതൊട്ട് മറ്റേ എന്താവശ്യം വേണ്ടി 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് നിൽക്കണല്ലോ. പെട്രോൾ അടിച്ചിട്ട് നോക്കിയിട്ട് പെട്രോൾ അടിക്കണല്ലോ. ഇതിൽ ഒരു വട്ടം അടിക്കണ് കംപ്ലൈൻ്റ് ആയ. ഇത് കഴിഞ്ഞാൽ നമ്മുടെയാണ് വേണം നോക്കിയോ. സിഗ്നലാ അടുത്ത നമുക്ക് അവിടെ നമ്മൾ വേറൊരു പുള്ളം കയ്യിലാണ് കണ്ടോ. ഇത് കണ്ടോ ഇവിടെ അപ്പുറത്ത് പോയി സ്കൂള് എങ്ങനെ ഉണ്ടായി. ഞാൻ വീഡിയോയിൽ ഇടോളാം. പിന്നെ പോലീസ് അയാളുടെ വണ്ടിയാണ് കിട്ടിയത്. ഞാനത് പറവൂരിൻ്റെ കൈരളി ശ്രീ തിയേറ്റർ പണ്ടത്തെ ചിത്രാഞ്ജലി ഇപ്പോഴത്തെ കൈരളി ശ്രീ. വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഈ പിക്കപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത് പിക്കപ്പൊക്കെ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് അവിടെ വെച്ചേക്കാം. അതിനുശേഷം ക്യാഷ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.